സർഫസ് കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് കറ്റാലിസിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കറ്റാലിസിസ് ഒക്കെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് സിയോളൈറ്റ് ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസ് ബൈ സിയോളൈറ്റ്സ് എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് ഇയറിൽ സിയോളൈറ്റ്സ് എന്താണ് സിയോളൈറ്റ്സ് എന്ന് പറഞ്ഞാൽ 3 dimensional അലൂമിനോ സിലിക്കേറ്റുകളാണ്. സിയോളൈറ്റ്സ് ആർ 3 dimensional അലൂമിനോ സിലിക്കേറ്റ്സ് വിത്ത് ഹണി കോമ്പ് ലൈക്ക് സ്ട്രക്ചർ. തേനീച്ചക്കൂടിൻ്റെ സ്ട്രക്ചറുള്ള 3 dimensional അലൂമിനോ സിലിക്കേറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സിയോളൈറ്റ്സ് എന്ന് വിളിക്കുക. ഈ സിയോളൈറ്റ്സ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കാറ്റലിസ്റ്റുകളായിട്ടാണ്. ഉദാഹരണത്തിന് പെട്രോകെമിക്കൽ ഇൻഡസ്ട്രിയിൽ ക്രാക്കിംഗ് ആൻഡ് ഐസോമറൈസേഷൻ. എന്താണ് ക്രാക്കിങ്ങും ഐസോമറൈസേഷനും ഒക്കെ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുള്ള ടേംസ് ആണ്. എന്താണ് ക്രാക്കിംഗ്? ഹയർ ഹൈഡ്രോ കാർബണുകളെ പെട്രോൾ അല്ലെങ്കിൽ ഡീസലിൻ്റെ സ്ട്രക്ചറുള്ള ഹൈഡ്രോ കാർബണുകളായിട്ട് ഡീകമ്പോസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വിളിക്കുക ക്രാക്കിംഗ് എന്ന് വിളിക്കുക. അതുപോലെ ഐസോമറൈസേഷൻ എന്ന് പറയുന്നത് അൺബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺസിനെ ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺസ് ആക്കി മാറ്റുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഐസോമേഴ്സ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് വിളിക്കുക ഐസോമറൈസേഷൻ. അപ്പോൾ സിയോളൈറ്റ്സിൻ്റെ മെയിനായിട്ടുള്ള യൂസ് എന്ന് പറഞ്ഞാൽ they are used as catalyst in petrochemical. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉൾപ്രേരകങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. അവിടെയാണ് പെട്രോകെമിക്കൽ ഇൻഡസ്ട്രിയിൽ ഉൾപ്രേരകങ്ങളായിട്ട് ഉപയോഗിക്കപ്പെടുന്നു. അപ്പോൾ അതിന് മെയിനായിട്ടുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ZSM5. കഴിഞ്ഞ വർഷം അതിൻ്റെ പേര് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ZSM5 അതിൻ്റെ മെയിനായിട്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിനെ പെട്രോളാക്കി മാറ്റുന്നതാണ് ZSM5ൻ്റെ മെയിനായിട്ടുള്ള ഉപയോഗം. അപ്പോൾ ഇത് ചെറിയൊരു ടോപ്പിക്കാണെങ്കിൽ ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ എന്താണ് സിയോളൈറ്റ്സ്? സിയോളൈറ്റ്സ് ആർ 3 dimensional അലൂമിനോ സിലിക്കേറ്റ്സ് വിത്ത് ഹണി കോമ്പ് ലൈക്ക് സ്ട്രക്ചർ. പക്ഷെ ഇവ ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റുകളാണ്. അപ്പോൾ ഈ സിയോളൈറ്റ്സിൻ്റെ പോർ സൈസിനകത്ത് കയറിയിരിക്കാൻ പറ്റിയ റിയാക്റ്റൻറ്റുകൾക്ക് മാത്രമേ ഇതെന്തായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ, കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവ ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് ആണ്. അത്രയും കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് ഓർത്തിരിക്കുക. പിന്നെ അതിൻ്റെ ഉപയോഗങ്ങളും ഓർത്തിരിക്കുക. അടുത്ത ടോപ്പിക്ക് എൻസൈം കറ്റാലിസിസ്. അപ്പോൾ എൻസൈംസ് എന്താണ്? നമ്മുടെ ശരീരത്തിൽ വളരെയധികം എൻസൈംസ് ഉണ്ടെന്ന് നമുക്കറിയാം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ എൻസൈം ഉപയോഗിക്കപ്പെടുന്നത്? അപ്പോൾ നമ്മുടെ ആനിമൽ ശരീരത്തിന് ബോഡിയിലായാലും പ്ലാന്റ് ബോഡിയിലായാലും ധാരാളം എൻസൈംസ് ഉണ്ട്. എൻസൈംസ് എന്ന് പറയുന്നത് ബയോളജിക്കൽ കാറ്റലിസ്റ്റുകളാണ്. എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്ന? യൂസ്ഡ് ഫോർ കാറ്റലൈസിങ് ബയോകെമിക്കൽ റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബയോളജിക്കൽ കാറ്റലിസ്റ്റുകളെയാണ് എൻസൈംസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവ പ്രോട്ടീൻ മോളിക്യൂൾസ് ആണ്. അപ്പോൾ നൈട്രോജീനിയസ് ആയിട്ടുള്ള, നമുക്കറിയാം പ്രോട്ടീൻ എല്ലാം നൈട്രജൻ കണ്ടന്റ് ഉണ്ട്. പ്രോട്ടീൻ മോളിക്യൂൾസ് ഓഫ് ഹൈ മോളിക്കുലാർ മാസ് ഉള്ള പ്രോട്ടീൻ മോളിക്യൂൾസ് ആണ്. ഇവയ്ക്ക് ഒരു നോൺ പ്രോട്ടീൻ പാർട്ടും ഉണ്ടായിരിക്കും. ഈ നോൺ പ്രോട്ടീൻ പാർട്ടിനെ വന്നെങ്കിൽ ഇതിൻ്റെ കോ എൻസൈം എന്ന് വിളിക്കാം. കോ എൻസൈം അല്ലെങ്കിൽ ആക്ടിവേറ്റേഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ കാറ്റലിസ്റ്റ് എന്താണെന്ന് പറഞ്ഞു, എൻസൈംസ് എന്താണെന്ന് പറഞ്ഞു. എൻസൈംസ് ആർ ബയോളജിക്കൽ catalyst used for catalyzing biochemical reactions. അപ്പോൾ അതിന് വളരെയധികം എക്സാമ്പിൾസും ഉണ്ട്. ഉദാഹരണം കെയിൻ ഷുഗറിൻ്റെ ഹൈഡ്രോളിസിസ്. കെയിൻ ഷുഗറിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്നത് ഉപയോഗിക്കുന്ന എൻസൈം ഇൻവെർട്ടേസ് ആണ്. അതുപോലെ ഈ ഗ്ലൂക്കോസിനെ വീണ്ടും നമുക്ക് ഈഥൈൽ ആൽക്കഹോളായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സൈമേസ് എന്ന എൻസൈം ഉപയോഗിക്കുന്നത്. ഇവിടെ എഴുതിയിട്ടില്ല, ഓർത്തിരിക്കുക. സൈമേസ് എന്ന എൻസൈം ഉപയോഗിക്കുന്നു. അതുപോലെ സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റാൻ ഡയസ്റ്റേസ് എന്ന എൻസൈം ഉപയോഗിക്കുന്നു. സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന എൻസൈം ഡയസ്റ്റേസ്. മാൾട്ടോസിന്റെ ഹൈഡ്രോലിസിസ് നടത്തി ഗ്ലൂക്കോസ് ആക്കാനായിട്ട് ഉപയോഗിക്കുന്ന എൻസൈം മാൾട്ടേസ് ആണ്.
അതുപോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് യൂറിയ ഡീകമ്പോസ് ചെയ്ത് അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും ആക്കി മാറ്റുന്നത് യൂറിയേസ് ആണ്. എന്താണ്? യൂറിയയെ ഹൈഡ്രോളിസിസ് നടത്താനായിട്ട് ഉപയോഗിക്കുന്ന എൻസൈം യൂറിയേസ്. അതുപോലെ നമ്മുടെ ശരീരത്തിലെ സ്റ്റൊമക്കിൽ ഒരു പ്രോസസ് നടക്കുന്ന പ്രോട്ടീനെ നമ്മൾ പെപ്റ്റൈഡുകളായിട്ട്, പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പോളിപെപ്റ്റൈഡുകൾ, ഒന്നിലധികം പെപ്റ്റൈഡ് ചെയിൻസ് കൂടിച്ചേർന്നാണ് പ്രോട്ടീൻ. അപ്പോൾ പ്രോട്ടീനെ ചെറിയ ചെറിയ പെപ്റ്റൈഡ് ചെയിനുകളാക്കി മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന എൻസൈമാണ് പെപ്സിൻ. അത് നമ്മുടെ സ്റ്റൊമക്കിലാണുള്ളത്. അതുപോലെ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഇൻഡസ്റ്റൈനിൽ പ്രോട്ടീനെ അമിനോ ആസിഡാക്കി മാറ്റുന്നു. പ്രോട്ടീനെ അമിനോ ആസിഡാക്കി മാറ്റുന്ന എൻസൈമിൻ്റെ പേര് പാൻക്രിയാറ്റിക് ട്രിപ്സിൻ എന്ന എൻസൈമാണ്. അതുപോലെ നമുക്കറിയാം മിൽക്കിനെ കേർഡാക്കി മാറ്റാനായിട്ട് മിൽക്കിനകത്ത് അല്ലെങ്കിൽ കേർഡിനകത്തൊരു എൻസൈം ഉണ്ട്, ലാക്ടോബാസിലൈ എൻസൈം എന്നാണ് അതിൻ്റെ പേര്, ലാക്ടോബാസിലൈ എൻസൈം. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ഓർത്തിരിക്കണം, ചിലപ്പോൾ വൺ വേർഡായിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഈ എൻസൈം കറ്റാലിസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവവിശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻസൈം കറ്റാലിസിസ്. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഹൈലി എഫിഷ്യൻ്റ് ആണ്. ഹൈലി എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂൾ തന്നെ 10,000 മോളിക്യൂൾസിനെ കാറ്റലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു മോളിക്യൂളിൽ വന്ന റിയാക്ഷൻ നടന്ന അടുത്ത മോളിക്യൂളിൽ വന്ന് റിയാക്ഷൻ നടന്ന് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് വരും. അപ്പോൾ ഹൈലി എഫിഷ്യൻ്റ്, ഒരാൾക്ക് തന്നെ വളരെയധികം റിയാക്ഷന് അല്ലെങ്കിൽ വളരെയധികം മോളിക്യൂൾസിനെ കാറ്റലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഹൈലി സ്പെസിഫിക് ആണ്. നമുക്കറിയാം ഇവിടെ ഉപയോഗിച്ച ഒരു റിയാക്ഷൻ്റെ എൻസൈം വേറൊരു റിയാക്ഷൻ എന്തായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല, കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഓരോ എൻസൈമിനും ഒരു പ്രത്യേക റിയാക്ഷന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിനെ വിളിക്കും ഹൈലി സ്പെസിഫിക് എന്നുള്ള വാക്ക്. ഒരേ ഒരു റിയാക്ഷൻ മാത്രമേ അതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാറ്റലൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ആക്റ്റീവ് ഒൺലി അറ്റ് ഓപ്റ്റിമം ടെമ്പറേച്ചർ ആൻഡ് ഓപ്റ്റിമം pH. ഓപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ബോഡി ടെമ്പറേച്ചർ അതാണ് 298 to 310 കെൽവിൻ, 310 കെൽവിനാണ്. അപ്പോൾ ആ ഓപ്റ്റിമം pHൽ മാത്രമേ ഇത് ആക്റ്റീവ് ആയിട്ടുള്ളൂ. അതായത് ഹൈ ഫീവറൊക്കെ ഉള്ളപ്പോൾ എൻസൈംസ് ഒന്നും ആക്റ്റീവ് ആകത്തില്ല. അതുപോലെ ഓപ്റ്റിമം pH, ഈ എൻസൈംസ് ആക്റ്റീവ് ആകുന്ന pH എത്രയാണ്, 5 to 7 എന്ന ഓപ്റ്റിമം pHലായിരിക്കും. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന് എൻസൈംസിന് ഒരു നോൺ പ്രോട്ടീൻ പാർട്ടുണ്ട്, അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടുണ്ട്. അതൊന്നെങ്കിൽ വിറ്റാമിൻസ് ആകാം, അല്ലെങ്കിൽ മെറ്റാലിക് അയോൺസ് ആകാം. ഇതിനെന്ത് വിളിക്കും, കോ എൻസൈംസ് എന്ന് വിളിക്കും. അപ്പോൾ കോ എൻസൈം എന്തിൻ്റെ ആക്ടിവിറ്റിയെ ഇൻക്രീസ് ചെയ്യുന്നു, ഇൻക്രീസ് ദ ആക്ടിവിറ്റി ഓഫ് എൻസൈം. ഇപ്പോൾ ഉദാഹരണമായിട്ട് സൈമേസിൽ സോഡിയം ഒക്കെ ഉണ്ടെങ്കിൽ അതെന്താണ്, സോഡിയം അയോൺസ് ഉണ്ടെങ്കിൽ അത് സൈമേസിൻ്റെ ആക്ടിവിറ്റിയെ ഇൻക്രീസ് ചെയ്യും. ഇത് ഈ കോ എൻസൈമുകളും ഈ എന്താണ് എൻസൈമുമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്ന വളരെ വീക്ക് ബോണ്ടുകൾ ഉപയോഗിച്ചാണ്. പിന്നെ ഡ്രഗ്സ് ഡിക്രീസ് ദ ആക്ടിവിറ്റി. ഇപ്പോൾ ഡ്രഗ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും അൺഡിസൈറബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അതെന്തിൻ്റെ ആക്ടിവിറ്റിയെ ഡിക്രീസ് ചെയ്യും, എൻസൈംസിൻ്റെ ആക്ടിവിറ്റിയെ ഡിക്രീസ് ചെയ്യും. അപ്പോൾ അവയെ ഇൻഹിബിറ്റേഴ്സ് എന്ന് വിളിക്കും, ഇൻഹിബിറ്റേഴ്സ്. അതുപോലെ അടുത്തത് മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ. എൻസൈം ആക്ഷൻ എങ്ങനെ നടക്കുന്നുള്ള. ഇപ്പോൾ ഈ എൻസൈമും അത് ആക്ട് ചെയ്യുന്ന ബയോമോളിക്യൂളും നമ്മൾ ലോക്ക് ആൻഡ് കീ അറേഞ്ച്മെൻറ്റ് പോലെയാണ്. അതായത് ഈ ലോക്കിനകത്ത് അതിൻ്റെ തന്നെ കീ മാത്രമേ എൻ്റർ ചെയ്യുന്നുള്ളൂ. അതുപോലെ ഈ എൻസൈമിൻ്റെ ക്യാവിറ്റീസിനകത്ത് ഇരിക്കാൻ മാത്രമുള്ള സബ്സ്ട്രേറ്റ് ആണ് അതുമായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ എൻസൈം സബ്സ്ട്രേറ്റുമായിട്ട് കമ്പൈൻ ചെയ്ത ഒരു അൺസ്റ്റേബിൾ ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ് ഉണ്ടാകും. അതിനെ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. അൺസ്റ്റേബിൾ ആണെന്ന് കാണിക്കാനാണ് മുകളിലൊരു സ്റ്റാർ ഇട്ടിരിക്കുന്നത്. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാകും. അത് പെട്ടെന്ന് തന്നെ ഡീകമ്പോസ് ചെയ്ത് എൻസൈമും പ്രോഡക്റ്റുമായിട്ടും അപ്പോൾ എൻസൈമുകൾ തിരിച്ചു കിട്ടുന്നു. ഇതാണ് മെക്കാനിസം ഓഫ് എൻസൈം ആക്ഷൻ. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എൻസൈമും സബ്സ്ട്രേറ്റും പരസ്പര പൂരകങ്ങളാണ്. അതായത് കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ ആൻഡ് ദേ ആർ ലൈക്ക് എ ലോക്ക് ആൻഡ് കീ അറേഞ്ച്മെൻറ്റ്. ലോക്ക് കീ അറേഞ്ച്മെൻറ്റ് പോലെയാണ് എൻസൈമും സബ്സ്ട്രേറ്റും തമ്മിലുള്ള ആക്ഷൻ അല്ലെങ്കിൽ ഇൻ്ററാക്ഷൻ. ഇനി അടുത്തൊരു ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്, കൊളോയിഡ്സ് എന്താണ് കൊളോയിഡ്സ്?
അപ്പോൾ നമുക്ക് ജീവിതത്തിൽ നമ്മൾ കഴിക്കുന്ന മിക്ക ഫുഡ് ഐറ്റംസും എന്താണ്, കൊളോയിഡ്സ് ആണ്. അതുപോലെ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ, ഒത്തിരി മിൽക്ക്, ഇതെല്ലാം എന്താണ്, കൊളോയിഡുകളാണ്. അപ്പോൾ കൊളോയിഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റാർച്ച് സൊല്യൂഷൻ അല്ലെങ്കിൽ സ്റ്റാർച്ച് സോൾ എന്ന് വിളിക്കാൻ. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ സ്റ്റാർച്ച് സോൾ ഉണ്ടായിരിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, വാട്ടറിൻ്റെ മേളിൽ സ്റ്റാർച്ച് പാർട്ടിക്കിൾ ഡിസ്പേഴ്സ് ചെയ്തിരിക്കുകയാണ്. വാട്ടറിൻ്റെ മേളിൽ സ്റ്റാർച്ച് പാർട്ടിക്കിൾ ഡിസ്പേഴ്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്ന ഈ പാർട്ടിക്കിളിനെ നമ്മൾ ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾ എന്ന് പറയും. ഇപ്പോൾ ഇവിടെ സ്റ്റാർച്ച് സോളിലുള്ളത് ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ് ഏതാണ്, സ്റ്റാർച്ച് പാർട്ടിക്കിൾസ് ആണ്. ഇനി എന്തിലാണ് ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്നത്, വാട്ടറിലാണ് ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്നത്. അതിനെ നമ്മൾ ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയും, ഡിസ്പേർഷൻ മീഡിയം. അപ്പോൾ കൊളോയിഡ് എന്ന് പറയുന്നത് എ ഹെറ്ററോജീനിയസ് സിസ്റ്റം ഇൻ വിച്ച് വൺ ഫേസ് ഈസ് ഡിസ്പേഴ്സ്ഡ് ഓവർ അനദർ ഫേസ്. ഒരു ഫേസ് മറ്റൊന്നിൽ ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്ന ഒരു രണ്ട് ഫേസുകളുള്ള ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കൊളോയിഡ്സ് എന്ന് വിളിക്കുക. ഉദാഹരണം സ്റ്റാർച്ച് പാർട്ടിക്കിൾ വാട്ടറിൽ ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പാർട്ടിക്കിൾസ്, ഈ ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിളിൻ്റെ പാർട്ടിക്കിൾ സൈസ് 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയ്ക്കാണ്. ഈ 1 നാനോമീറ്റർ വരെയുള്ളത് ട്രൂ സൊല്യൂഷൻസ് എന്ന് വിളിക്കും. 1000 നാനോമീറ്ററിന് മുകളിലുള്ളത് സസ്പെൻഷൻ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഈ കൊളോയിഡിൻ്റെ പാർട്ടിക്കിൾ സൈസ് ട്രൂ സൊല്യൂഷനും സസ്പെൻഷനും ഇടയ്ക്കായിട്ടാണ്. അപ്പോൾ നമുക്കിനി ഈ കൊളോയിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, പല ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്നാമത്തത് ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും ഡിസ്പേർഷൻ മീഡിയത്തിൻ്റെയും സ്റ്റേറ്റുകൾ നമ്മൾ കൺസിഡർ ചെയ്യുക, അവസ്ഥകൾ കൺസിഡർ ചെയ്തിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ സ്റ്റേറ്റ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡും ഡിസ്പേർഷൻ മീഡിയം സോളിഡും ആണെങ്കിൽ അതിനെ നമ്മൾ ആ കൊളോയിഡിനെ നമ്മൾ സോളിഡ് സോൾ എന്ന് വിളിക്കാം. അതിൻ്റെ പേര് സോളിഡ് സോൾ ആണ്. ഉദാഹരണം കളേർഡ് ഗ്ലാസ്, കളറുള്ള ഗ്ലാസ്, അതുപോലെ ജെം സ്റ്റോൺസ് എല്ലാം എന്തിനു ഉദാഹരണമാണ്, സോളിഡ് സോളിന് ഉദാഹരണമാണ്. ഇനി ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡും ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡും ആണെങ്കിൽ അതിനെ നമ്മൾ സോൾ എന്ന് വിളിക്കും. ഉദാഹരണം സ്റ്റാർച്ച് സോൾ, ഗോൾഡ് സോൾ, സൾഫർ സോൾ, പെയിൻസ്, സെൽ ഫ്ലൂയിഡ്സ്, ഇതെല്ലാം എന്തിനു ഉദാഹരണമാണ്, സോളുകൾക്ക് ഉദാഹരണമാണ്. ഇനി സോളിഡ് ഗ്യാസിലാണ് ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്നതെങ്കിൽ, സോളിഡ് അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡും ഡിസ്പേർഷൻ മീഡിയം ഗ്യാസും ആണെങ്കിൽ അതിനെ എയ്റോസോൾ എന്ന് വിളിക്കും. എയ്റോസോൾ ഉദാഹരണം സ്മോക്ക്, ഡസ്റ്റ് തുടങ്ങിയവയെല്ലാം ഇതിന് ഉദാഹരണമാണ്, എയ്റോസോൾസിന് ഉദാഹരണം. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസും ഇതിൻ്റെ പേരുകളും ഒക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. അതുപോലെ എന്താണ്, ലിക്വിഡ് സോളിഡിലാണ് ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ ജെൽ എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ജാം, ജെല്ലി ഐറ്റംസ് എല്ലാം എന്തിനു ഉദാഹരണമാണ്, ചീസ്, ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ്, ജെല്ലിന് ഉദാഹരണമാണ്. ഇപ്പോൾ ലിക്വിഡ് സോളിഡിലാണ് ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്നതെങ്കിൽ എന്ത് വിളിക്കും, ജെൽ എന്ന് വിളിക്കും. കാരണം ചീസ്, ജാം, ജെല്ലി എക്സെട്ര. അതുപോലെ ലിക്വിഡിലാണ്, രണ്ടും ലിക്വിഡ് ആണെങ്കിൽ അതിനെ എമൽഷൻ എന്ന് വിളിക്കും. ഉദാഹരണം മിൽക്ക്, പാല്, നമുക്കറിയാം അതിനകത്ത് ലിക്വിഡ് പ്രോട്ടീൻ വാട്ടറിലാണ് ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഹെയർ ക്രീമൊക്കെ എന്തിനും പറഞ്ഞ എമൽഷന് ഉദാഹരണമാണ്. പിന്നെ എമൽഷൻ പെയിൻറ്റുകളൊക്കെ വേണമെങ്കിൽ അങ്ങനെ എഴുതുമ്പോൾ പെയിൻറ്റ് എന്ന് എഴുതുമ്പോൾ എമൽഷൻ പെയിൻറ്റ് എന്ന് തന്നെ എഴുതണം. അതുപോലെ ലിക്വിഡ് ഡിസ്പേഴ്സ്ഡ് ഓൺ ഗ്യാസ് ആണെങ്കിൽ അതിനെ ലിക്വിഡ് എയറോസോൾ എന്ന് വിളിക്കും. ലിക്വിഡ് എയറോസോൾ ഉദാഹരണം നമുക്കറിയാം ഫോഗ്, മിസ്റ്റ്, ക്ലൗഡ്, അങ്ങനെയെല്ലാം എന്തിന് ഉദാഹരണമാണ്, ലിക്വിഡ് എയറോസോളിന് ഉദാഹരണമാണ്. ഉദാഹരണം എന്ത്, ഗ്യാസിൽ ഡിസ്പേഴ്സ് ചെയ്യുന്ന ലിക്വിഡ് ഗ്യാസിൽ ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്നു. ഇനി ഗ്യാസ് സോളിഡിലാണ് ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ സോളിഡ് ഫോം എന്ന് വിളിക്കുന്നു. സോളിഡ് ഫോം ഉദാഹരണം റബ്ബർ ഫോം, അതുപോലെ പ്യൂമിക് സ്റ്റോൺ ഒക്കെ എന്തിനു ഉദാഹരണമാണ്, സോളിഡ് ഫോമിന്. ഫോം എന്ന് നമുക്കറിയാം, ഫോം എന്ന് പറഞ്ഞാൽ തന്നെ പദ എന്നാണ് അർത്ഥം. പിന്നെ ഗ്യാസ് ലിക്വിഡിലാണെങ്കിൽ വെറുതെ ഫോം എന്ന് വിളിക്കും. ഗ്യാസ് ലിക്വിഡിലാണ് ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്നത് എന്ത് വിളിക്കും, ഫോം എന്ന് വിളിക്കും. ഉദാഹരണം സോപ്പ് ലാദർ, സോപ്പിൻ്റെ പദ ലിക്വിഡിൻ്റെ മുകളിലാണുള്ളത്, അപ്പോൾ അതിന് സോപ്പ് ലാദർ എന്ന് വിളിക്കും. പിന്നെ ഗ്യാസ് ആണെങ്കിൽ അതൊരു കൊളോയിഡല്ല, ട്രൂ സൊല്യൂഷൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കൊളോയിഡിൽ പെടുത്താൻ സാധിക്കുകയില്ല. അപ്പോൾ ഇനി ഡിസ്പേർഷൻ മീഡിയം
വാട്ടർ ആണെങ്കിൽ അതിനെ സാധാരണ അക്വാസോൾ എന്നോ ഹൈഡ്രോസോൾ എന്നോ ഒക്കെ വിളിക്കാം. ഡിസ്പേർഷൻ മീഡിയം ആൽക്കഹോൾ ആണെങ്കിൽ ഇതിനെ ആൽക്കോസോൾ എന്ന് വിളിക്കാം, ആൽക്കോസോൾ. പിന്നെ ഈ കൊളോയിഡ്സിൻ്റെ മിക്കതിൻ്റെയും പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ സർഫസ് ഏരിയയാണ്. സർഫസ് ഏരിയയെ ആശ്രയിച്ചായിരിക്കും. അതിന് സ്മോൾ സൈസ് ആയ കാരണം ഈ കൊളോയിഡൽ പാർട്ടിക്കിളിന് സർഫസ് ഏരിയ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ വളരെ സർഫസ് ഏരിയ ഉള്ളത് കൊണ്ടാണ് ഈ കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ മിക്ക പ്രോപ്പർട്ടിയും ആ സർഫസ് ഏരിയയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. എന്താണ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിലുള്ള ഇൻട്രാക്ഷൻ അനുസരിച്ച് അല്ലെങ്കിൽ അവ തമ്മിലുള്ള അട്രാക്ഷൻ അനുസരിച്ച് നമുക്ക് കൊളോയിഡ്സിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ലയോഫിലിക് കൊളോയിഡ്, അപ്പോൾ അതിനെ സോൾവെന്റ് അട്രാക്റ്റിംഗ് കൊളോയിഡ് എന്ന് വിളിക്കണം, അല്ലെങ്കിൽ സോൾവെന്റ് ലവിങ് കൊളോയിഡ് എന്ന് വിളിക്കും. സോൾവെന്റ് ലവിങ് കൊളോയിഡ് അല്ലെങ്കിൽ സോൾവെന്റ് അട്രാക്റ്റിംഗ് കൊളോയിഡ്. ഇനി ലയോഫോബിക് കൊളോയിഡ് എന്തായിരിക്കും? അവ തമ്മിലുള്ള അട്രാക്ഷൻ, ഡിസ്പേഴ്സ്ഡ് ഫേസും മീഡിയവും തമ്മിൽ എന്തില്ല, വലിയ അട്രാക്ഷൻ ഇല്ല. അപ്പോൾ സോൾവെന്റ് ഹേറ്റിംഗ് അല്ലെങ്കിൽ സോൾവെന്റ് റിപ്പല്ലിംഗ് കൊളോയിഡ് എന്നാണ്. സോൾവെന്റ് റിപ്പല്ലിംഗ് കൊളോയിഡ്. ഇപ്പോൾ നമ്മുടെ ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പല എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എന്താണ് നമ്മുടെ ഡിഫറൻസ് എന്ന് നോക്കാം. ഒന്നാമത്തെ ഡിഫറൻസ്, ലയോഫിലിക് ആണെങ്കിൽ സ്ട്രോങ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. ഡിസ്പേഴ്സ്ഡ് ഫേസും മീഡിയവും തമ്മിൽ വലിയ ഇന്ററാക്ഷൻ ആയിരിക്കും. ഇനി ലയോഫോബിക് ആണെങ്കിൽ ലെസ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് മീഡിയം. ഡിസ്പേഴ്സ്ഡ് ഫേസും മീഡിയവും തമ്മിലുള്ള ഇന്ററാക്ഷൻ വളരെ കുറവായിരിക്കും. ഇനി രണ്ടാമത്തെ ഇത് റിവേഴ്സിബിൾ ആണ്. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ ഡിസ്പേഴ്സ്ഡ് ഫേസും മീഡിയവും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ആ വീണ്ടും കൂട്ടി യോജിപ്പിച്ച് എന്ത് നിർമ്മിക്കാനായിട്ട് സാധിക്കും? കൊളോയിഡ് നിർമ്മിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ അത് കൂട്ടി യോജിപ്പിച്ച് എന്തായിട്ട് മാറ്റാനായിട്ട് പറ്റും? കൊളോയിഡ് ആക്കാൻ സാധിക്കും. പക്ഷേ ലയോഫോബിക് കൊളോയിഡ് അങ്ങനെ സാധ്യമല്ല. ഇപ്പോൾ ഒരിക്കൽ ഡിസ്പേഴ്സ്ഡ് ഫേസും മീഡിയവും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കൂട്ടി യോജിപ്പിച്ച് വീണ്ടും കൊളോയിഡ് ആക്കാൻ സാധിക്കില്ല. പിന്നെ സ്റ്റേബിൾ ആണ്. സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ചെറിയ അളവ്. ഇപ്പോൾ നമുക്കറിയാം കഞ്ഞിവെള്ളത്തിൽ ഇത്തിരി ഉപ്പിട്ട് കഴിഞ്ഞാൽ ആ കഞ്ഞിവെള്ളത്തിനൊന്നും സംഭവിക്കാനായി പോകുന്നില്ല. പക്ഷെ പാലിനകത്ത് ഇത്തിരി ഉപ്പിട്ടാലോ അത് വേറൊരു ടെക്സ്ചറായിട്ട് മാറും, പാല് പിരിഞ്ഞു പോകും. അപ്പോൾ അൺസ്റ്റേബിൾ ആണ്. ലയോഫോബിക് കൊളോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ട് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്താലും കൊളോയിഡിനെ ബാധിക്കുന്നില്ലെങ്കിൽ അതിന് വിളിക്കും സ്റ്റേബിൾ ആണ്. അപ്പോൾ ലയോഫിലിക് സ്റ്റേബിൾ ആണ്, ലയോഫോബിക് അൺസ്റ്റേബിൾ ആണ്. ഇനി നാലാമത്തെ ഡിഫറൻസ്, ലയോഫിലിക് കൊളോയിഡ് ഈസിലി പ്രിപ്പയർഡ് ബൈ മിക്സിംഗ് ആൻഡ് ഹീറ്റിംഗ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് മീഡിയം. ഡിസ്പേഴ്സ്ഡ് ഫേസും മീഡിയവും ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും, നമുക്ക് ലയോഫിലിക് കൊളോയിഡ് കിട്ടും. പക്ഷേ ലയോഫോബിക് കൊളോയിഡ് പ്രിപ്പയർ ചെയ്യാൻ സ്പെഷ്യൽ മെത്തേഡ്, ഓരോന്നിനും ഓരോ സ്പെഷ്യൽ മെത്തേഡ്സ് ഉണ്ട്. പിന്നെ ഈ ലയോഫിലിക് കൊളോയിഡിന് വെറുതെ സ്റ്റെബിലൈസിങ് ഏജന്റ് ഒന്നും ആവശ്യമില്ല, അത് എപ്പോഴും സ്റ്റേബിൾ ആയിട്ട് ഇരുന്നോളും. ഇനി പക്ഷേ ലയോഫോബിക്കിന് എന്താവശ്യമുണ്ട്? സ്റ്റെബിലൈസിങ് ഏജൻസ് ആർ റിക്വയർഡ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഐസ്ക്രീമിനൊക്കെ നമ്മൾ ജെലാറ്റിൻ ചേരുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റെബിലൈസിങ് ഏജൻസ്. പിന്നെ ലയോഫിലിക്കും കാരണം സ്റ്റാർച്ച് ഗം ജലാറ്റിൻ അതുപോലെ റബ്ബർ ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ്? ലയോഫിലിക് കൊളോയിഡിന് ഉദാഹരണമാണ്. ലയോഫോബിക്കിന് മെറ്റൽ ഹൈഡ്രോക്സൈഡ്സ്, മെറ്റൽ സൾഫൈഡ്സ്, മെറ്റൽ സോൾട്സ്, മിൽക്ക് ഇതൊക്കെ എന്താണ്? ലയോഫോബിക് കൊളോയിഡ്സിന് എക്സാമ്പിൾ. അടുത്തത് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പാർട്ടിക്കിൾ സൈസ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെ പാർട്ടിക്കിൾ സൈസ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനാണ്. ഒന്നാമത് മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ്. മൾട്ടി മോളിക്കുലാർ, ആ പേരിൽ നിന്ന് നമുക്ക് എല്ലാം തന്നെ അറിയാം, ഈ അറ്റോമിക് അല്ലെങ്കിൽ മോളിക്കുലാർ സൈസുള്ള പാർട്ടിക്കിളുകൾ കൂടി ചേർന്ന് എന്തായിട്ട് മാറുന്നു? കൊളോയിഡൽ സൈസുള്ള പാർട്ടിക്കിൾസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഉദാഹരണമായിട്ട് സൾഫർ സോൾ എടുക്കുകയാണെങ്കിൽ പല S8 മോളിക്യൂൾസ്, സൾഫർ S8 മോളിക്യൂൾസ് 8 അറ്റമുള്ള മോളിക്യൂളായിട്ടാണ് നിൽക്കുന്നത്. ഈ S8 മോളിക്യൂൾസ് കുറേ അധികം എണ്ണം കൂടി ചേർന്ന് എന്തായിട്ട് മാറുന്നു? കൊളോയിഡൽ പാർട്ടിക്കിളായിട്ട് മാറുന്നു. അതുപോലെ ഗോൾഡ് സോൾ ഇതൊക്കെ എന്തിനു മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ്. അപ്പോൾ പാർട്ടിക്കിൾസ് ഓഫ് അറ്റോമിക് ഓർ മോളിക്കുലാർ സൈസ് ജോയിൻ ടു ഫോം അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ടു ഫോം
പാർട്ടിക്കിൾസ് ഓഫ് കൊളോയിഡൽ സൈസ്. രണ്ടാമത്തത് മൈക്രോ മോളിക്കുലാർ കൊളോയിഡ്സ്. ഇപ്പോൾ അതിൻ്റെ പേരിൽ തന്നെയുണ്ട് മൈക്രോ മോളിക്യൂൾസ് ആണ്, വലിയ മോളിക്യൂൾസ് ആണ്. ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് വലിയ മോളിക്യൂൾസ് ആണ്. ഏതാണ്? സ്റ്റാർച്ച്, ജെലാറ്റിൻ, റബ്ബർ, സെല്ലുലോസ് അതുപോലെയുള്ള മൈക്രോ മോളിക്യൂൾസ് ആണ്. ഇനി മൂന്നാമത്തെ അസോസിയേറ്റഡ് കൊളോയിഡ്സ്. ലോ കോൺസെൻട്രേഷനിൽ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ട്രൂ സൊല്യൂഷൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. പക്ഷെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ഈ ട്രൂ സൊല്യൂഷനിലെ പാർട്ടിക്കിളെല്ലാം കൂടി ചേർന്ന് കൊളോയിഡൽ സൈസുള്ള പാർട്ടിക്കിളായിട്ട് മാറുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന കൊളോയിഡൽ സൈസുള്ള സ്ഫെറിക്കൽ ഷേപ്പുള്ള കൊളോയിഡൽ സൈസുള്ള ഈ പാർട്ടിക്കിളിനെ മിസൽസ് എന്ന് വിളിക്കും. MICELLES, മിസൽസ്. അപ്പോൾ പക്ഷേ ഇത് വെറുതെ ഉണ്ടാകത്തില്ല. ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷന് മുകളിൽ മാത്രമേ മിസൽസ് ഫോം ചെയ്യുന്നുള്ളൂ. അതിന് ക്രിട്ടിക്കൽ മീസെല്ലാർ കോൺസെൻട്രേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ മീസെല്ലെ കോൺസെൻട്രേഷൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ CMC എന്ന് വിളിക്കും. ടെമ്പറേച്ചർ എബോവ് വിച്ച് മീസൽസ് ആർ ഫോംഡ്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് മുകളിൽ മാത്രമേ മീസെല്ലുകൾ ഫോം ചെയ്യുന്നുള്ളൂ. അതിനെ നമ്മൾ ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്ന് വിളിക്കും. ക്രാഫ്റ്റ് ടെമ്പറേച്ചർ. അപ്പോൾ പാർട്ടിക്കിൾ സൈസ് അനുസരിച്ച് നമുക്ക് കൊളോയിഡ്സിനെ മൂന്നായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ്, മൈക്രോ മോളിക്കുലാർ കൊളോയിഡ്സ് ആൻഡ് അസോസിയേറ്റഡ് കൊളോയിഡ്സ്. സോപ്പുകളും ഡിറ്റർജൻറ്റുകളും അസോസിയേറ്റഡ് കൊളോയിഡ്സിന് ഉദാഹരണമാണ്. ലോവർ കോൺസെൻട്രേഷനിൽ ഇത് ട്രൂ സൊല്യൂഷൻസ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഹയർ കോൺസെൻട്രേഷനിൽ അഗ്രിഗേറ്റ് ചെയ്ത് മിസൽസ് ഫോം ചെയ്യും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സോപ്സ് ആർ സോഡിയം സോൾട്ട് ഓഫ് ഹയർ ഫാറ്റി ആസിഡ്സ് ലൈക്ക് സ്റ്റിയറിക് ആസിഡ്. ഇപ്പോൾ സ്റ്റിയറിക് ആസിഡ് പോലുള്ള ഹയർ ഫാറ്റി ആസിഡിൻ്റെ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ടുകളെയാണ് നമ്മളെന്ന് വിളിക്കുക, സോപ്പ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ സോപ്പുകളെ നമുക്ക് RCONA അല്ലെങ്കിൽ RCO- NA+ അല്ലെങ്കിൽ K+ എന്ന് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ലിക്വിഡ് അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ അത് 2 അയോണുകളായിട്ട് ഡീകമ്പോസ് ചെയ്യും. RCO- NA+ ആയിട്ട് ഡീകമ്പോസ് ചെയ്യും. ഈ RCO- എന്ന് പറയുന്ന നെഗറ്റീവ് അയോണിന് 2 പാർട്ടുകളുണ്ട്. അപ്പോൾ അതിനെ നമുക്കിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഒരു ലോങ് ഹൈഡ്രോകാർബൺ ചെയിൻ, R എന്ന് പറയുന്നത് ഒരു ലോങ് ഹൈഡ്രോകാർബൺ ചെയിനാണ്. ഇത് ഹൈഡ്രോഫോബിക് ആണ്. അപ്പോൾ വാട്ടറുമായിട്ട് അതിന് ഇൻട്രാക്ഷൻ ഇല്ല, അതുകൊണ്ട് ഹൈഡ്രോഫോബിക് എന്ന് വിളിക്കും. ഹൈഡ്രോഫോബിക്. പക്ഷേ ടെയിൽ CO- എന്ന് പറയുന്ന ടെയിൽ ഹെഡാണ്, അത് ഹൈഡ്രോഫിലിക് ആണ്. അപ്പോൾ ഹൈഡ്രോഫിലിക് ഹെഡ്, ഇത് ഹൈഡ്രോഫോബിക് ടെയിൽ. അപ്പോൾ ഈ എന്താണ് കാർബോക്സിലേറ്റ് ആനയോണിന് 2 പാർട്ടുകളുണ്ട്. ഹൈഡ്രോഫിലിക് ഹെഡ്, വാട്ടറുമായിട്ട് ഇൻട്രാക്ഷൻ ഉള്ള ഹെഡും ഉണ്ട്, വാട്ടറുമായിട്ട് ഇൻട്രാക്ഷൻ ഇല്ലാത്ത ടെയിലും ഉണ്ട്, ഹൈഡ്രോകാർബൺ ടെയിലും ഉണ്ട്. അപ്പോൾ ഇത് ഒരു ഇതിൻ്റെ കോൺസെൻട്രേഷൻ, സോപ്പിൻ്റെ കോൺസെൻട്രേഷൻ ക്രിട്ടിക്കൽ മീസെല്ലാർ കോൺസെൻട്രേഷൻ എക്സീഡ് ചെയ്യുമ്പോൾ, അപ്പോൾ ക്രിട്ടിക്കൽ മീസെല്ലാർ കോൺസെൻട്രേഷന് മുകളിലാകുമ്പോൾ ഇതൊരു സ്ഫെറിക്കൽ ഷേപ്ഡ് മിസൽ ഫോം ചെയ്യുന്നു. കുറേയധികം 100-ലധികം മോളിക്യൂള് കൂടിച്ചേർന്ന് സ്ഫെറിക്കൽ ഷേപ്ഡ് മീസൽസ് ഫോം ചെയ്യുന്നു. ഇപ്പം ഈ സ്ഫെറിക്കൽ ഷേപ്ഡ് മീസലിലെ ഈ ഹെഡുകളെല്ലാം വാട്ടറിലേക്കും ടെയിലുകളെല്ലാം വാട്ടറിന് പുറത്തേക്കും ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം എന്താണ് കൂടിച്ചേർന്ന് ഒരു സ്ഫെറിക്കൽ ഷേപ്പുള്ള മിസല് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഹെഡുകളെല്ലാം വാട്ടറിലും ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിലുകളെല്ലാം ഈ സർക്കിളിന് ഉള്ളിലേക്ക്, അതായത് മുകളിലേക്ക്, വെള്ളത്തിന് മുകളിലേക്ക് ആയിരിക്കും. അപ്പോൾ ഈ ടെയിലുകളെല്ലാം എന്താണ് വാട്ടറുമായിട്ട് ഇൻട്രാക്ഷൻ ഇല്ല. പക്ഷേ നമ്മളൊരു ഡ്രസ്സ്, ഈ അഴുക്കുള്ള ഒരു ഡ്രസ്സ് ഈ വെള്ളത്തിൽ മുക്കുമ്പോൾ, സോപ്പ് വെള്ളത്തിൽ മുക്കുമ്പോൾ ഈ ഡ്രസ്സിനകത്തെ അഴുക്കുമായിട്ട് അല്ലെങ്കിൽ ഓയിലും ഡർട്ടുമായിട്ട് ഏത് ഇൻട്രാക്ഷനിലാവുന്നു? ഈ ഫോബിക് ടെയിലുകൾ ഇൻട്രാക്ഷൻ. അപ്പോൾ അതെന്തിനെ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കും? ഓയിൽ ഓർ ഡർട്ട്, ഓയിൽ അല്ലെങ്കിൽ ഡർട്ടിനെ ഇതെന്ത് ചെയ്യും? ഉയർത്തിപ്പിടിക്കും. ഹൈഡ്രോകാർബൺ ടെയിൽ ഉയർത്തിപ്പിടിക്കും. ഹെഡുകളെല്ലാം വെള്ളത്തിലുമായിരിക്കും.
അപ്പോൾ സോപ്പ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഒരു എമൽസിഫയിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. സോപ്പ് ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? എമൽസിഫയിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. എന്ത് തമ്മിലുള്ള ഇന്റർഫേഷ്യൽ ടെൻഷൻ കുറയ്ക്കുന്നു? എന്താണ് വെള്ളവും ഈ ഡർട്ടുമായിട്ടുള്ള ഇന്റർഫേഷ്യൽ ടെൻഷൻ കുറയ്ക്കുന്ന ഒരു എമൽസിഫയിങ് ഏജന്റ് ആയിട്ട് സോപ്പ് ഇവിടെ ആക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, സോപ്പ് അല്ലെങ്കിൽ ഡിറ്റർജൻറ്റ് എന്ന് പറഞ്ഞാൽ, സോപ്പ് എന്ന് പറഞ്ഞാൽ സോൾട്ട് ഓഫ് ഹയർ ഫാറ്റി ആസിഡ്സ് ആണ്. സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ടുകളാണ്. കാരണം സ്റ്റിയറിക് ആസിഡ് C17H35COOH. അപ്പോൾ ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, സോപ്പിനെ നമ്മൾ റെപ്രസെന്റ് RCO - Na+ ആണ്. ഇത് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ 2 അയോണുകളായിട്ട് ഡീകമ്പോസ് ചെയ്യും, RCO - Na+. അപ്പോൾ ഈ RCO - അയോണിനെ നമുക്ക് 2 പാർട്ടുകളായിട്ട് സെപ്പറേറ്റ് ചെയ്യാം. ഹൈഡ്രോഫോബിക് ടെയിൽ, ഹൈഡ്രോകാർബൺ പാർട്ട് വെള്ളവുമായിട്ട് ഇൻട്രാക്ഷൻ ഇല്ല, അപ്പോൾ ഹൈഡ്രോഫോബിക് ടെയിലും വെള്ളവുമായിട്ട് ഇൻട്രാക്ഷൻ ഉള്ള ഹൈഡ്രോഫിലിക് ഹെഡുകളും. അപ്പോൾ കോൺസെൻട്രേഷൻ CMC കഴിയുമ്പോൾ, ക്രിട്ടിക്കൽ മീസെല്ലാർ കോൺസെൻട്രേഷൻ കഴിയുമ്പോൾ ഈ 100-ലധികം ഈ അയോൺസ് എന്താണ് അഗ്രിഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരുമിച്ച് കൂടി എന്ത് ഫോം ചെയ്യും? മീസെൽസ് ഫോം ചെയ്യും. മീസെല്ലുകളിൽ ഹെഡുകളെല്ലാം വെള്ളത്തിനും ടെയിലുകളെല്ലാം വെള്ളത്തിനും മുകളിലുമായിരിക്കും. ഈ ടെയിലുകൾ ഡേർട്ട് അല്ലെങ്കിൽ ഫാബ്രിക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സിലെ എന്താണ് ഓയിൽ അല്ലെങ്കിൽ ഡേർട്ടിനെ ഉയർത്തിപ്പിടിച്ച് ഇതൊരു എമൽസിഫയിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഡസ് സോപ്പ് ആക്ട് ആസ് ആൻ എമൽസിഫയിങ് ഏജന്റ് ഫോർ ക്ലീനിങ് ദ ഡ്രസ്. അടുത്ത പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സ്. കൊളോയിഡ്സിൻ്റെ പ്രിപ്പറേഷൻ പല മെത്തേഡുകളുണ്ട്. ഒന്നാമത് കെമിക്കൽ മെത്തേഡ്സ്. മെയിനായിട്ട് 4 കെമിക്കൽ മെത്തേഡുകളാണുള്ളത്. ഒന്നാമത് ഡബിൾ ഡീകമ്പോസിഷൻ. ഡബിൾ ഡീകമ്പോസിഷൻ ഉദാഹരണം ആഴ്സീനിയം സൾഫൈഡ് സോൾ As2S3 അല്ലെങ്കിൽ ആഴ്സീനിയം സൾഫൈഡ് സോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിനകത്തേക്ക് ആഴ്സീനിയസ് ഓക്സൈഡ്, അതിന് വേണ്ടിയിട്ട് ആഴ്സീനിയസ് ഓക്സൈഡിലേക്ക് ഹൈഡ്രജൻ സൾഫൈഡ് ആഡ് ചെയ്യാം. ആഴ്സീനിയസ് ഓക്സൈഡിലേക്ക് ഹൈഡ്രജൻ സൾഫൈഡ് പാസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആഴ്സീനിയസ് സൾഫൈഡിൻ്റെ സോള് കിട്ടും. അപ്പോൾ ഇവിടുത്തെ സോൾ ഏതാണ്? ആഴ്സീനിയസ് സൾഫൈഡ് സോൾ. അതുപോലെ ഓക്സിഡേഷൻ. അപ്പോൾ സൾഫർ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ സൊല്യൂഷനിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ ഓക്സിഡേഷൻ നടന്ന് സൾഫർ സോൾ ഉണ്ടാകും. ഇപ്പോൾ 3S എന്ന് പറയുന്നതാണ്, അതായത് സൾഫറിൻ്റെ സോളായിരിക്കും നമുക്ക് അവിടെ കിട്ടുക. അടുത്ത റിഡക്ഷൻ. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗോൾഡ് സോള് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അപ്പോൾ ഗോൾഡ് സോള് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഓറിക് ക്ലോറൈഡ് AuCl3 എടുത്ത് അതിനകത്തേക്ക് ഫോർമാലിക്കൈഡും വാട്ടറും ആഡ് ചെയ്യുക. ഫോർമാലിക്കൈഡും വാട്ടറും ആഡ് ചെയ്യുക. അപ്പോൾ ഗോൾഡ് AuCl3 റെഡ്യൂസ് ചെയ്യപ്പെട്ട് AU ആയിട്ട് മാറും. ഗോൾഡ് സോള് നമുക്ക് ലഭിക്കും. അതുപോലെ ഹൈഡ്രോലിസിസ്. ഇപ്പോൾ ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾ അതിനകത്ത് നിന്ന് പ്രിപ്പയർ ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ബോയിലിംഗ് വാട്ടറിലേക്ക് ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്യുക, ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന സോൾ ഏതായിരിക്കും? ഫെറിക് ഹൈഡ്രോക്സൈഡ് സോളായിരിക്കും. ഇപ്പോൾ കെമിക്കൽ മെത്തേഡ്, ഇപ്പോൾ ഇത് ഇക്വേഷൻസ് ആണെങ്കിലും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ കെമിക്കൽ മെത്തേഡുകൾ ഏതൊക്കെയാണ്? ഡബിൾ ഡീകമ്പോസിഷൻ, ഓക്സിഡേഷൻ, റിഡക്ഷൻ ആൻഡ് ഹൈഡ്രോളിസിസ്. അപ്പോൾ എല്ലാത്തിനും എക്സാമ്പിൾ ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളാം. രണ്ടാമത്തത് ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. കഴിഞ്ഞ വർഷം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഡിസ്പേഷനും കണ്ടൻസേഷനും ഒരുമിച്ച് നടക്കുന്ന മെത്തേഡാണ്. ഏതാണ്? ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡാണ്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത് വാല്യുബിൾ ആയിട്ടുള്ള മെറ്റൽസ്, ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം തുടങ്ങിയ മെറ്റലുകളുടെ സോള് നിർമ്മിക്കാനാണ് ഏത് മെത്തേഡ് ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത് ഏത് മെറ്റലാണോ, മെറ്റലിൻ്റെ സോളാണോ നമുക്ക് ആവശ്യമുള്ളത്, അതിൻ്റെ ഇലക്ട്രോഡുകൾ 2 ഇലക്ട്രോഡുകൾ എടുക്കുക. എന്നിട്ട് ഒരു ഹൈ വോൾട്ടേജ് സർക്യൂട്ടിനോട് ഘടിപ്പിക്കുക. ഇത് ഹൈ വോൾട്ടേജ് ആവശ്യമാണ്. അപ്പോൾ അതിന് ഇലക്ട്രിക് ആർക്ക് സ്ട്രൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ എന്തിനിടയ്ക്ക് ഇലക്ട്രോഡുകൾക്കിടയ്ക്ക് ഇലക്ട്രിക് ആർക്ക് സ്ട്രൈക്ക് ചെയ്യുക. എന്നിട്ട് ഇതൊരു ഡിസ്പേർഷൻ മീഡിയത്തിൽ മുക്കി വയ്ക്കുക. അപ്പോൾ ഏത് ഡിസ്പേർഷൻ മീഡിയമാണ് നമുക്ക് ആവശ്യമെന്ന് വെച്ചാൽ ഡിസ്പേർഷൻ മീഡിയത്തിൽ മുക്കി വയ്ക്കുക. അതിനുശേഷം ഇത് ഒരു ഐസ് ബാത്തിനെ, ഇത്രയും സംവിധാനം ഇതിനകത്ത് ഇറക്കി വയ്ക്കുക, ഐസ് ബാത്തിനകത്ത് ഇറക്കി വയ്ക്കുക. അപ്പോൾ ഈ ഹൈ ഹീറ്റ് മൂലം ഈ ഇലക്ട്രോഡിൻ്റെ മെറ്റൽ വേപ്പറൈസ് ചെയ്യും. വേപ്പറൈസ് ചെയ്ത് അത് തണുത്ത് എന്തായിട്ട് മാറും? മെറ്റൽ സോളായിട്ട് മാറും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്.
പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡിൻ്റെ മൂന്നാമത്തെ മെത്തേഡാണ് പെപ്റ്റൈസേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇതിൽ ഒരു പ്രസിപ്പിറ്റേറ്റിനെ നമുക്ക് എങ്ങനെ കൊളോയിഡൽ സൊല്യൂഷൻ ആക്കി മാറ്റാമെന്നാണ്. അപ്പോൾ ഈ പ്രസിപ്പിറ്റേറ്റിന് അല്ലെങ്കിൽ അവശിഷ്ടത്തെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസ്പേഷൻ മീഡിയമായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അതിനകത്തേക്ക് വളരെ ചെറിയ എമൗണ്ട് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുക, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു കൊളോയിഡൽ സൊല്യൂഷൻ കിട്ടും. അപ്പോൾ ഈസ് കൺവേർഷൻ ഓഫ് എ പ്രസിപ്പിറ്റേറ്റ് ടു എ കൊളോയിഡ് ബൈ മിക്സിംഗ് വിത്ത് ഡിസ്പേഷൻ മീഡിയം ആൻഡ് ആഡിങ് സ്മോൾ എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ്. ചെറിയ എമൗണ്ട് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത് ഒരു പ്രസിപ്പിറ്റേറ്റിനെ ഒരു കൊളോയിഡൽ സൊല്യൂഷൻ ആക്കി മാറ്റുന്നതിനെയാണ് വിളിക്കുക പെപ്റ്റൈസേഷൻ. ഉദാഹരണം, ഫെറിക് ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ് നമുക്ക് ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾ ആക്കണമെങ്കിൽ ചെറിയ എമൗണ്ട് ഫെറിക് ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റിൻ്റെ കൂടെ ചെറിയ എമൗണ്ട് ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ പെപ്റ്റൈസിങ് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റിൻ്റെ പേരാണ് പെപ്റ്റൈസിങ് ഏജൻറ്റ്. അടുത്തത് പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ്. കൊളോയിഡ് പ്യൂരിഫിക്കേഷൻ പല മെത്തേഡുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ഡയാലിസിസ്. ഇപ്പോൾ ഡയാലിസിന് വേണ്ടിയിട്ട് ഇപ്പോൾ സാധാ ഡയാലിസിസ് ആണെങ്കിൽ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനകത്ത് കൊണ്ടുണ്ടാക്കിയൊരു പാത്രത്തിനകത്ത് കൊളോയിഡൽ സൊല്യൂഷൻ എടുക്കുക. അപ്പോൾ അൺവാണ്ടഡ് ഇലക്ട്രോലൈറ്റുകളായിരിക്കും അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസ്. അപ്പോൾ അത് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സെമി പെർമിയബിൾ മെംബ്രെയിനിൽ ഉണ്ടാക്കിയ പാത്രത്തിൽ കൊളോയിഡൽ സൊല്യൂഷൻ എടുത്തിട്ട് ഒരു റണ്ണിങ് വാട്ടറിൽ സസ്പെൻഡ് ചെയ്യാം, ഒഴുകുന്ന വെള്ളത്തിൽ സസ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഈ അൺവാണ്ടഡ് ഇമ്പ്യൂരിറ്റീസ് ഈ സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ ഇതിലേക്ക് പോകും, വാട്ടറിലേക്ക് പോകും. അപ്പോൾ അൺവാണ്ടഡ് ഇമ്പ്യൂരിറ്റീസ് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ മെത്തേഡിനെയാണ് ഇത് വിളിക്കാം ഡയാലിസിസ് എന്ന് വിളിക്കാം. അടുത്തത് രണ്ടാമത്തെ മെത്തേഡ് ഇലക്ട്രോ ഡയാലിസിസ് ആണ്. ഇലക്ട്രോ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ഡയാലിസിസ് തന്നെ എന്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്നു? ഇലക്ട്രിക് ഫീൽഡിൻ്റെ സാന്നിധ്യത്തിൽ നടക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടെ സ്പീഡിൽ എന്ത് നടക്കും? ഡയാലിസിസ് നടക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡയാലിസിസ് കുറച്ചുകൂടി സ്പീഡായിട്ട് നടക്കും. അതിനെയാണ് വിളിക്കുക ഇലക്ട്രോ ഡയാലിസിസ്. ഇനി മൂന്നാമത്തത് അൾട്രാ ഫിൽട്ടറേഷൻ. അൾട്രാ ഫിൽട്ടറേഷൻ എന്ന് പറയുന്നത് അൾട്രാ ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് കൊളോയിഡൽ സൊല്യൂഷനെ എന്ത് ചെയ്യുക? ഫിൽറ്റർ ചെയ്തെടുക്കുക. അൾട്രാ ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് കൊളോയിഡൽ സൊല്യൂഷനെ ഫിൽറ്റർ ചെയ്തെടുക്കുന്നതിനെയാണ് വിളിക്കുക അൾട്രാ ഫിൽട്ടറേഷൻ. അപ്പോൾ ഇങ്ങനെ ഫിൽറ്റർ ചെയ്തെടുക്കുമ്പോൾ കൊളോയിഡൽ പാർട്ടിക്കിൾസ് മാത്രമായിരിക്കും ലഭിക്കുക, ഡിസ്പേഷൻ മീഡിയം കിട്ടുന്നതല്ല. അപ്പോൾ വീണ്ടും ഡിസ്പേഷൻ മീഡിയമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കൊളോയിഡൽ സൊല്യൂഷൻ ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അൾട്രാ ഫിൽട്ടർ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നത് കൊളോയിഡിയോൺ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസിൽ മുക്കി അതിനുശേഷം ഫോമാൽഡിഹൈഡിൽ മുക്കി ഡ്രൈ ചെയ്തെടുത്താണ് ഈ അൾട്രാ ഫിൽട്ടർ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പോർ സൈസ്, അതിൻ്റെ സുഷിരങ്ങളുടെ സൈസ് സാധാരണ ഫിൽട്ടർ പേപ്പറിനേലും വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള ഒരു ഫിൽട്ടർ പേപ്പറിനെയാണ് അൾട്രാ ഫിൽട്ടർ പേപ്പർ. ഇനി അടുത്ത പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ഇപ്പം ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം കൊളോയിഡൽ സൊല്യൂഷൻ്റെ പാർട്ടിക്കുലർ സൈസ് കൂടുതലും എണ്ണം കുറവുമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറവായിരിക്കും, കാരണം പാർട്ടിക്കിളുകളുടെ എണ്ണം കുറവായതുകൊണ്ട്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ടിൻഡൽ ഇഫക്റ്റ്. ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾ. കൊളോയിഡൽ പാർട്ടിക്കിൾ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ വിസരണം ചെയ്യിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടിൻഡൽ ഇഫക്റ്റ്. അപ്പോൾ ടിൻഡൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുക? ടിൻഡൽ ഇഫക്റ്റ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഇങ്ങനെ നമുക്കൊരു കൊളോയിഡൽ സൊല്യൂഷന് അകത്തൂടെ ഒരു ഇങ്ങനെ ലൈറ്റിൻ്റെ ബീം കടത്തി വിടുകയാണെങ്കിൽ ഇതപ്പോൾ ഇതിനകത്തുള്ള പാത്ത് ബ്രൈറ്റ് ആയിട്ട് കാണപ്പെടും, നല്ല തെളിഞ്ഞ് കാണപ്പെടും. അപ്പോൾ ഇങ്ങനെ ഈ കോൺ ഷേപ്ഡ് പാത്താണ് ലൈറ്റിൻ്റെ ഇതിനകത്ത് കാണപ്പെടുന്നത്. അപ്പോൾ ഈ കോൺ ഷേപ്പ് പാത്തിനെ നമ്മൾ ടിൻഡൽ കോൺ എന്ന് വിളിക്കും. അപ്പോൾ കോൺ ഷേപ്ഡ് പാത്ത് ഓഫ് ലൈറ്റ് ഇൻസൈഡ് എ കൊളോയിഡൽ സൊല്യൂഷൻ ഈസ് കോൾഡ് ടിൻഡൽ കോൺ. അപ്പോൾ ഈ ടിൻഡൽ ഇഫക്റ്റ് കാണിക്കണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. രണ്ട് കണ്ടീഷൻസ്. ഒന്നാമത് ഡയമീറ്റർ ഓഫ് പാർട്ടിക്കിൾ ഷുഡ് നോട്ട് ബി മച്ച് സ്മോളർ ദാൻ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. അപ്പോൾ വേവ് ലെങ്ത് ഓഫ് ലൈറ്റിനെ കഴിഞ്ഞും ഒത്തിരി കുറവാകരുത്. എന്താണ്? കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ ഡയമീറ്റർ കുറവാകരുത്, അതായത് ഏകദേശം സെയിം ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം ഷുഡ് ഡിഫർ. അപ്പോൾ
ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും ഡിസ്പേർഷൻ മീഡിയത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകൾ വ്യത്യസ്തമായിരിക്കണം. പിന്നെ ഇത് വെച്ച് ഈ ടിൻഡൽ എഫക്റ്റ് വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് അൾട്രാ മൈക്രോസ്കോപ്പ്. അൾട്രാ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നമുക്ക് കൊളോയിഡൽ സൊല്യൂഷൻ്റെ സൈസ്, ഷേപ്പ് ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും.